الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فأصبحتم بنعمته إخوانا وكنتم على شفا حفرة من النار فأنقذكم منها كذلك يبين الله لكم آياته لعلكم تهتدون ولتكن منكم أمة يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر وأولئك هم المفلحون ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم صدق الله العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ആദ്യമായി പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞു ആളുകളൊക്കെ നാടുകളിലേക്ക് പിരിഞ്ഞു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ഹജ്ജ് യഥാർത്ഥത്തിൽ ഒരു പ്രതീകാത്മകമായ ആരാധനയാണ്. കഠിനാധ്വാനത്തിൻ്റെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും ബലിയുടെയും അനുസരണത്തിൻ്റെയുമൊക്കെ പ്രതീകങ്ങളാണ് യഥാർത്ഥത്തിൽ അവിടെ ഹാജിമാർ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അത് പറയുകയുണ്ടായി. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെ സ്മരണകൾ ഉയർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപദേശിച്ച ആ ജീവിത സന്ദേശം, അതിൻ്റെ ഒരു പ്രകടനം, സംക്ഷിപ്തമായ പ്രകടനം, അതാണ് ഹജ്ജിൻ്റെ കർമ്മത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. തവാഫിലായാലും സഅയിലായാലും കല്ലേറിലായാലും ബലിയിലായാലും മുടിയെടുക്കലായാലും ആ പ്രത്യക്ഷത്തിൽ കാണുന്ന സംഗതികൾക്കപ്പുറം ആഴത്തിലുള്ള ചില സംഗതികൾ അതിലുണ്ട്. ഒരു മന്ദിരത്തെ ഇങ്ങനെ കുറേ മനുഷ്യന്മാരിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ പ്രത്യക്ഷത്തിൽ വലിയ കാര്യമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ അതിനൊരു ആന്തരാർത്ഥമുണ്ട്. ക്ഷമ, അനുസരണം, അള്ളാഹുവിൻ്റെ ഹുദൂദ്, ശരീഅത്ത് പാലിക്കുമെന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ പ്രതീകമായ ഒരു പ്രകടനമാണത്. എവിടെയായിരുന്നാലും എപ്പോഴായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് തമ്പുരാനെ, അതുകൊണ്ട് നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്നാണ് ആ പറയണത്. അപ്പൊ തവാഫ് ചെയ്ത ഒരാൾ ജീവിതത്തിൽ ആ തവാഫിൻ്റെ പ്രായോഗികത പ്രാവർത്തികമാക്കിയില്ലെങ്കിൽ ആ തവാഫ് വെറും ആത്മാവ് നഷ്ടപ്പെട്ട അംഗചലനങ്ങൾ മാത്രമായി അവശേഷിക്കും. ഗൗരവമുള്ളതാണ് വിഷയം. ഹജ്ജ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണം. സഅയ് നടത്തുന്ന ഒരാൾ കഠിനാധ്വാനത്തിന്, ഹാജറയെ പോലെ കഠിനാധ്വാനത്തിന് തയ്യാറാണ്. മകന് ഒരു തുറ്റി വെള്ളം കൊടുക്കാൻ വേണ്ടിയാണ് ആ അധ്വാനം. ഒരു ഭാഗത്ത് കുട്ടിയെ ചെന്നായി പിടിച്ചു കളയുമെന്ന ഭയം, മറുഭാഗത്ത് വെള്ളം കിട്ടുമോ എന്ന ആശങ്ക,
കുട്ടിയുടെ അടുത്തു നിന്നും അകലെ മാറിപ്പോകുന്നതിലുള്ള ബേജാറ്, ഈ വേവലാതികൾക്കിടയിൽ അവിടെ അന്ന് ഓടിയ ഓട്ടം, അത് യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കുന്ന സഴി ആയിരുന്നില്ല, അത് ജീവജലം കിട്ടാനുള്ള മരണപ്പാച്ചിലായിരുന്നു. അതിൻ്റെ ഓർമ്മയാണ് സഴി ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആ സഴിയുടെ അർത്ഥം പ്രാവർത്തികമാക്കാത്ത ഒരു ഹജ്ജ് യഥാർത്ഥത്തിൽ ഹജ്ജ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബലിയറുക്കാൻ സന്നദ്ധമാവുന്നതിൻ്റെ സംഗതികളൊക്കെ വിശദമായി നമുക്കറിയാം. നമുക്കിഷ്ടപ്പെട്ടത് അള്ളാഹുവിന് ത്യജിക്കാൻ തയ്യാറായ ഒരു മനസ്സ് ഉണ്ടാവോളം ആരും ബലിയർത്തിട്ടേയില്ല. ആ ബലിയുടെ ആന്തരാർത്ഥം അതാണ്. ഇതിൽ നിന്നൊക്കെ ഞാൻ വിമുക്തി നേടി പുതിയൊരു മനുഷ്യനായി വരുന്നു എന്നതിനുള്ള ഒരു പ്രത്യേക തെളിവായിട്ടാണ് തല മുടിയെടുത്ത് കളയുന്നത്. ഒരു ഫ്രഷ് ആവുക. നമ്മൾ വെറുതെ മുടിയെടുത്തുണ്ടാവില്ല. മനസ്സിൻ്റെ അന്ധകാരങ്ങളും കീടങ്ങളും ആദ്യം എടുത്തെറിയണം. എന്നിട്ട് ആണ് ഈ മുടിയെടുക്കലിന് യഥാർത്ഥത്തിൽ അർത്ഥവത്താവുന്നത്. ഇതൊക്കെ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു അഡീഷൻ ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു തആല തീരുമാനിച്ചു കൊടുത്തത് അറഫയാണ് അൽ ഹജ്ജ്. അറഫയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അറഫയ്ക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അറഫയിൽ ഒരുപാട് മനുഷ്യന്മാർ ഒന്നുചേരുകയാണ്. ആ കൂടിച്ചേരലിന് ഒരു പ്രത്യേകതയുണ്ട്. വർഗവർണ്ണ വൈജാത്യങ്ങളോ സ്ഥാനമാന പദവികളോ ഒന്നും അവിടെ പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാ വർണ്ണങ്ങളും ഒഴിവാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രകാശത്തെ പ്രതിബിംബിക്കുന്ന തൂവെള്ളയാവുക, ശുഭ്രവസ്ത്രധാരികളാവുക. എല്ലാ സ്ഥാനമാന പദവികളും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. ഇവിടെ ഞാൻ ഏകനായ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കനായ അടിമയാണെന്ന് ഓരോ ഹാജിയും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അവിടെ ഒത്തുചേരുന്നു. ഒരേ ലക്ഷ്യം, ഒരേ ആദർശം, ഒരേ രക്ഷിതാവിനിലേക്കുള്ള പോക്ക് വളരെ അർത്ഥവത്താണ്. അവിടെ കൂടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു രക്ഷിതാവിനെ ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവിടെ കൂടിയിട്ട് ഞാൻ ഇന്ന സംഘടനക്കാരനാണ് അതുകൊണ്ട് കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. അവിടെ കൂടിയിട്ട് എനിക്ക് പ്രത്യേകമായ ഒരു സ്ഥാനം വേണം, അതിൻ്റെ ഒരു കളർ ഡ്രസ്സ് വേണം എന്നാർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നവന് ഹജ്ജില്ല, അവൻ സത്യവിശ്വാസിയല്ല. അപ്പോൾ അവിടെ എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ എല്ലാവരുടെയും ലക്ഷ്യം കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ പ്രവേശിക്കുക, സ്വർഗം ലഭിക്കുക എന്നതാണ്. അതിനുള്ളുരുകിയുള്ള പ്രാർത്ഥനയാണ്. ആ ഒരു സംഗതി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച് അവിടെ ഒരുപാട് ആളുകൾ ഒന്നിച്ചു കൂടുമ്പോൾ ക്ഷമ വേണം. ഇവിടെ ഈ പള്ളിയിൽ കുറേ ആളുകൾ ഒന്നിച്ച് ഒതു കൊടുക്കാൻ വന്നാൽ, ബാത്റൂമിൽ പോകാൻ വന്നാൽ കാത്തുക്കണമല്ലോ. സഹകരണം വേണം. അവരിന് മുൻതൂക്കം കൊടുക്കാനുള്ള മനസ്സ് വേണം. എല്ലാവരും കൂടെ ഇടിച്ചാണ്ട് ബാത്റൂമിൽ കയറിയാൽ പറ്റില്ലല്ലോ. അപ്പോൾ അറഫയിൽ ആളുകൾ സമ്മേളിക്കുമ്പോൾ മനുഷ്യനറിയാതെ ക്ഷമ പഠിക്കും, പരസ്പര സഹകരണം ഉണ്ടാവും. അതുപോലെ അവരിന് മുൻതൂക്കം കൊടുക്കാനുള്ള മനസ്സ്. മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകൾക്ക് മദീനയിലെ അൻസാറുകൾ മുൻതൂക്കം കൊടുത്തത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറഫ സമ്മേളനം കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തിയിട്ട് അവിടെ കാണിച്ച പ്രതീകാത്മകമായ പ്രാർത്ഥന പ്രായോഗിക ജീവിതത്തിൽ പകർത്താൻ തയ്യാറില്ലാത്ത ഹാജിയും അയാളുടെ കൂടെയുള്ള ആളുകളും ഹജ്ജ് ചെയ്യുന്നില്ല. കാരണം അവിടെ അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്, ഭൂമിയിലെ പാവങ്ങളാണ്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഞങ്ങളെന്ന് സഹായിക്കണേ, ഞങ്ങളെ സംരക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ സ്വർഗത്തിലാക്കണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഈ അനുസരണം വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾക്ക് സത്യവിശ്വാസിയാവാൻ പറ്റില്ല. ഒരു ഗൗരവമുള്ളൊരു സംഗതിയാണ്. ഈ അനുസരണം എന്നത് യഥാർത്ഥത്തിൽ എപ്പോഴെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളല്ല. അല്ലെങ്കിൽ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോൾ, നോമ്പ് പിടിക്കുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ, സക്കാത്ത് കൊടുക്കുമ്പോൾ മാത്രമല്ല ഈ അനുസരണം. അത് ജീവിതാന്ത്യം വരെ വേണം. മരണത്തിന്റെ ആ നിമിഷം വരെ അനുസരണം വേണം. അത് നിർബന്ധമാണ് സത്യവിശ്വാസിക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കർശനമായി പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികൾ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, അള്ളാഹുവിന്റെ നിയമ നടപടികൾ അനുസരിച്ച് ജീവിക്കുക, സൂക്ഷ്മതയോടെ പാലിക്കുക. അത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ ലഭിക്കുമെന്ന പേടി നിങ്ങൾക്ക് ഉണ്ടാവണം.
പാലിച്ചാൽ രക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയും ആശയും മോഹവും ഉണ്ടാവണം. വല ഹഖ്ഖ തുഖാതി തഖുല്ലാഹ ഹഖ്ഖ തുഖാതി, അവനെ ഏത് നിലക്കാണ് നിങ്ങൾ സൂക്ഷ്മത പുലർത്തേണ്ടത്, അവനോട് ആ നിലക്ക് തന്നെ സൂക്ഷ്മത പുലർത്തണം എന്നുള്ളതാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, അനുസരണശീലരായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത്, അനുസരണശാലികളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് പറയുന്നു. അപ്പം മരണമാസന്നമാകുന്ന നിമിഷം വരെ അനുസരണം വേണം. ഈ അനുസരണം എല്ലാ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിരിക്കുന്നത് കൊണ്ട് വളരെ കൃത്യമായി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സാമൂഹ്യ ജീവിതത്തിലും അനുസരണം വേണം. ഐക്യം അനുസരണത്തിന്റെ ഒരു രീതിയാണ്, ഒരു മാർഗമാണ്. ഐക്യം വളരെ അത്യാവശ്യമാണ്. അറഫയിലെ ആകാശത്തെ ഐക്യമാണ്. ഞങ്ങൾ ഒന്നാണ്, ഞങ്ങളെ രക്ഷിതാവ് ഒന്നാണ്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതൊന്നാണ്, ഒന്നിലേക്കാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും കണ്ണുകൾ നനഞ്ഞ് ഹൃദയം വിറച്ച് കാലുകളും കൈകളുമൊക്കെ വല്ലാണ്ട വികാരഭരിതമായ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ ആത്മാർത്ഥമായി പ്രഖ്യാപിക്കുകയാണ്, മനുഷ്യരായ ഞങ്ങൾ ഒന്നാണ്. ഈ ഒരു സംഭവം ഭൂമിയിൽ നടക്കുമ്പോൾ ആകാശലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചൂണ്ടിക്കൊണ്ട് പറയും, അതാ നോക്കൂ, പണ്ട് ഇവരെ സൃഷ്ടിക്കാൻ പോയപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ആളുകളാണ്, നോക്കൂ എത്ര അനുസരണയോടുകൂടിയാണ് എൻ്റെ അടിയാറുകൾ അവിടെ വന്നിരിക്കുന്നത് എന്ന് ചില ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്ര പ്രൗഢഗംഭീരമാണ്, ജീവിതത്തിന്റെ ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ അറഫ, സത്യവിശ്വാസ ജീവിതത്തിന്റെ ഐക്യം. അതുകൊണ്ട് ആ ഐക്യം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണം. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ, നിങ്ങൾ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാശം മുറുകെ പിടിച്ചോളൂ. വലാ തഫറഖൂ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുകയും അവദാനങ്ങൾ വാഴ്ത്തുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണം. ഇത് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതിഹി ഇഖ്വാന, ഈ ഐക്യം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രം ഉണ്ടാക്കിയതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ്. ബിനിഅമതിഹി, അല്ലാഹുവിന്റെ നിഅമത്ത് ഓർക്കണം. ആ നിഅമത്ത് എടുത്തു പറയാണ്, നിങ്ങളിൽ ഐക്യമുണ്ടാക്കിയത്, സാഹോദര്യം വളർത്തിയത്, നിങ്ങളെ ഒന്നാക്കി ചേർത്തത്, നിങ്ങളെ ഹൃദയങ്ങളെ രഞ്ജിപ്പിച്ചത് കാരുണ്യവാനായ അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യമാകുന്നു. അതുകൊണ്ട് അതെപ്പോഴും ഓർക്കുകയും അതെടുത്തു പറയുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യണം. നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? സംബോധിത സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെല്ലുമ്പോൾ ഔസും ഖസറജുമൊക്കെ ഭയങ്കരമായ പോരാട്ടങ്ങളിലായിരുന്നു. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതമാകുമ്പോൾ ഖുറൈശിയും കിലാബ് പല ഗോത്രങ്ങളിലുമൊക്കെ പോരാട്ടങ്ങളിലായിരുന്നു, രക്തച്ചൊരിച്ചിലായിരുന്നു. അപമാനകരമായ ഒരു ജീവിതം, അശാന്തമായ ജീവിതം, അസ്വസ്ഥമായ ജീവിതം, മാന്യന്മാർക്ക് വഴി നടക്കാൻ പറ്റാത്ത ഒരു ഡാർക്ക് ഏജ് എന്നൊക്കെ യൂറോപ്യന്മാർ പറയുന്ന അൽ അസ്റുൽ ജാഹിലിയ്യ, അന്ധകാര യുഗമായിരുന്നു അത്. അവിടെ ആ അന്ധകാരത്തിലൂടെ ഇഴഞ്ഞു നീങ്ങി അവര് നരകക്കുണ്ടിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അള്ളടുത്ത് പറയാ, മക്കയിലായാലും മദീനയിലായാലും അതായിരുന്നു സ്ഥിതി. വകുന്തും അലാ ശഫാ ഹുഫറത്തിൻ മിനൻ നാർ, നിങ്ങൾ തീക്കുണ്ടത്തിന്റെ വക്കിലായിരുന്നു. ജീവിതം യഥാർത്ഥത്തിൽ നിങ്ങൾ തൊലയ്ക്കുകയായിരുന്നു. ഫഅൻഖദകും മിൻഹാ, നാം അതിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തി. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലകും തഹ്തദൂൻ. അങ്ങനെ നിങ്ങളെ ഈ ഉദാഹരണങ്ങൾ പറഞ്ഞു, ഒരു തീക്കുണ്ടത്തിലെ വക്കിലായ ഒരു ജനതയെ രക്ഷപ്പെടുത്തി ശാന്തയുടെയും സമാധാനത്തിന്റെയും ഒരു ജീവിതം നൽകിയത് നിങ്ങൾ കാണുന്നില്ലേ? അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളോട് നാം തെളിവുകൾ നൽകുകയാണ്, നിങ്ങൾ സന്മാർഗം പ്രാപിച്ച് ജീവിക്കാൻ വേണ്ടിയാണെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച് അംഗീകരിച്ച് ആദരിച്ച ഒരു ഉമ്മത്താണ് ഉമ്മത്ത മുസ്ലിമ. വൽതകും മിൻകും ഉമ്മത്തുൻ, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഒരു സമുദായം ഉണ്ടാവട്ടെ. അവരുടെ പണി യദ്ഊന ഇലൽ ഖൈറി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് വിളിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ഇത് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ. അതിന് നിങ്ങൾ ഒന്നിച്ചു തന്നെ നിൽക്കണം. ബലമായി അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കണം. പൊട്ടാത്ത പാശമാണ്. വമൻ യഗ്ഫിർ ബിത്താഗൂതി വയുമിൻ ബില്ലാഹി ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ ലം ഫിസാമ ലഹാ വല്ലാഹു സമീഉൻ അലീം. ആരെങ്കിലും ഈ പരദൈവങ്ങളെ ഒഴിവാക്കി അള്ളാഹുവിന്റെ പാശത്തിൽ പിടിച്ചാൽ അവൻ പൊട്ടാത്ത ഒരു പാശത്തെ തന്നെയാണ് പിടിച്ചിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരിക്കലും പൊട്ടിപ്പോകുന്നതല്ല എന്ന്. എന്നിട്ട് വൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ,
അങ്ങനെ ഐക്യത്തോടെ നിൽക്കുന്ന ജനതയ്ക്കാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം, ഇഹപര വിജയങ്ങൾ ഉണ്ടാവുക. അപ്പൊ ജീവിതത്തിന്റെ ഇഹപര വിജയങ്ങൾക്ക് ഐക്യം അനിവാര്യമാണ്, സഹകരണം അനിവാര്യമാണ്. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുൽ ബയ്യിനാത്ത്. കാര്യങ്ങളെല്ലാം വ്യക്തമായി വന്നു കിട്ടിയതിനു ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് ഭിന്നിച്ചു പോയ ആളുകളെ പോലെ നിങ്ങളായി പോകരുത് എന്ന് ചരിത്രത്തിൽ നിന്ന് ഉദാഹരണ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. വഉലൈക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഒരുപാട് സംഭവങ്ങൾ ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാട്ടിയിട്ടുണ്ട്. മൂസാ നബിയുടെ തകർന്നുപോയ സമുദായത്തിന്റെ ഒരുപാട് സംഭവങ്ങൾ എടുത്തു കാട്ടിയിട്ടുണ്ട്. എപ്പോഴും പ്രവാചകന്മാരോട് ചോദ്യം ചോദിക്കുകയും അവരെ പൾസിക്കുകയും കുറ്റം പറയുകയും പലപ്പോഴും കൊന്നുകളയും ഒക്കെ ചെയ്ത ബനി ഇസ്രായേൽ സമുദായം, അവരിലെ സാധാരണക്കാർ പലപ്പോഴും വലിയ കുഴപ്പങ്ങളുണ്ടാകും. പണ്ഡിതന്മാരും നേതാക്കന്മാരൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കും. ചില കാലഘട്ടത്തിലെ പണ്ഡിതന്മാരും നേതാക്കന്മാരും അതിന് തയ്യാറാവാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നവർ വളരെ മോശമായ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവരിലെ പണ്ഡിതന്മാർ, ബനി ഇസ്രായേലിലെ ജനം പാപം ചെയ്തപ്പോൾ അവരിലെ പണ്ഡിതന്മാര് അവരെ വിലക്കി. പക്ഷേ അവര് വിരമിക്കാൻ തയ്യാറായില്ല. അവർ വിരമിക്കാത്ത ഒരവസ്ഥയിൽ തന്നെ ഈ പണ്ഡിതന്മാർ അവരോടൊത്ത് സഹവസിക്കുകയും ഭക്ഷണം കഴിക്കുകയും കൂടി നടക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സുകളെ ഛിദ്രിപ്പിച്ചു, അടുപ്പിച്ചു. അവരങ്ങനെ ഗ്രൂപ്പ് തിരിഞ്ഞ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ ദാവൂദിന്റെയും സുലൈമാന്റെയും ഹസ്രത്ത് ഈസയുടെയും നാവുകളിലൂടെ നാം അവരെ ശപിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നിങ്ങൾ നന്മ കൽപ്പിച്ചേ പറ്റൂ, തിന്മ വിരോധിച്ചേ പറ്റൂ. അത് ഈ അനുസരണത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ നിസ്കരിച്ച് നോമ്പ് പിടിച്ച് ദിക്ർ ചൊല്ലി തസ്ബീഹ് ചൊല്ലി ആരെയും ഉപദ്രവിക്കാതെ അങ്ങ് ജീവിച്ചു കളയാം എന്ന ഒരു ജീവിതം ഭാഗികം മാത്രമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ കമ്മിറ്റ്മെന്റ് വളരെ പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നം. അതില്ലാതെ ദീൻ പൂർത്തിയാവുകയില്ല എന്നുള്ളതാണ്. അതിനാണ് വൽതകും മിൻകും യദ്ഉന ഇലൽ ഖൈർ, നന്മയിലേക്ക് വിളിക്കണം, മറ്റുള്ളവനെ വിളിക്കണമല്ലോ. സ്വന്തം ദിക്ർ ചൊല്ലിയാൽ മാത്രം പോരല്ലോ. അപ്പൊ നന്മയിലേക്ക് മറ്റുള്ളവരെ വിളിക്കണം, തിന്മ വിരോധിക്കുകയും ചെയ്യണം. അതിനൊക്കെ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അവരുടെ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അറഫയിൽ കൂടിയതുപോലെ മറ്റുള്ളവനും തിക്കുമ്പോൾ ഒന്ന് സഹിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ളവന് ദാഹിക്കുമ്പോൾ സ്വന്തം ദാഹം അവഗണിച്ച് വെള്ളം കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കണം. അവൻ വീണാൽ അവനെ പൊക്കിയെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കണം. അറഫയിൽ മാത്രം പോരാ, ജീവിത മൈതാനിയിൽ വേണം. അറഫ മൈതാനം സത്യവിശ്വാസിയുടെ ജീവിത മൈതാനമാണ്. എങ്കിലേ യഥാർത്ഥത്തിൽ അറഫാവുകയുള്ളൂ, ഹജ്ജാവുകയുള്ളൂ, ജീവിതമാകുകയുള്ളൂ. അതാണ് അവിടെ പഠിപ്പിച്ചത്. ഇതൊന്നും സമുദായത്തിന് അറിയാത്തൊന്നുമല്ല. സമുദായത്തിന് നേതാക്കന്മാർക്കറിയാം, പണ്ഡിതന്മാർക്കറിയാം, എല്ലാ ആളുകൾക്കും അറിയാം. ഒരുപാട് സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅതിഉല്ലാഹ വറസൂലഹു വലാ തനാസഉ വതഫ്ശലു വതദ്ഹബ റിഹുകും വസ്ബിറൂ ഇന്നല്ലാഹ മഅസ് സാബിരീൻ. നിങ്ങൾ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭിന്നിച്ച് അഭിപ്രായ വ്യത്യാസത്തോടെ ഛിന്ന ഭിന്നമായി പോകരുത്. അങ്ങനെ പോയാൽ നിങ്ങളെ കറ്റുപോകും, നിങ്ങൾ വീര്യം നഷ്ടപ്പെട്ടു പോകും. ചരിത്രം ഒന്ന് പരിശോധിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, പ്രവാചകൻ പറഞ്ഞു. ഇനി നമുക്ക് ചരിത്രം സ്വതന്ത്രമായി പരിശോധിച്ച് നോക്കാം. ഇതൊന്നും അറിയാത്തവരായിരുന്നില്ല ഈ ദീനുമായി വന്ന പണ്ഡിതന്മാർ. പ്രവാചകന്മാരുടെ കൂടെ അടുത്തടുത്ത് വന്നത് മുഹമ്മദ് നബിയുടെ കാലത്ത് മാത്രമല്ല, അതിനു മുമ്പുള്ള ആളുകളും. പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും അല്ലാഹ് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഖുർആനിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരത്തെയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അറിയാം. എന്നിട്ടും അവർ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഭിന്നിച്ചു. എന്നിട്ടും അവർ തങ്ങളിലടിച്ചു, തലവിളർന്നു. അതുപോലെ വീടുകൾ കൊള്ളയടിച്ചു, ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വരുത്തി. ചരിത്രത്തിൽ ഉടനീളമും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് പറയുമായിരുന്നു, ബനി ഇസ്രായേൽ നശിച്ചത് അവരുടെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് തമ്മിലടിച്ചാണ്. എന്റെ ഉമ്മത്ത് അതുപോലെ അവരുത് തക്കീതിട്ടുണ്ട്. ആകാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിനെ വേണ്ടവണ്ണം അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ തങ്ങളിൽ അടുപ്പിക്കുന്നത് അല്ലാഹ് തന്നെയാണെന്ന് പറഞ്ഞു. ഖുൽ, നീ അവരോടൊന്ന് പറഞ്ഞു കൊടുക്ക പ്രവാചകരെ, ഹുവൽ ഖാദിർ, അവൻ ശക്തിയുള്ളവനാണ്. അലാ അൻ യബഅസ അലൈക്കും അദാബൻ മിൻ ഫൗഖിക്കും ഔ മിൻ തഹ്തി അർജിലിക്കും ഔ യൽബിസുക്കും ശിഅൻ വയുദീഖ ബഅദകും ബിബഅസ ബഅദ് ഉൻദുർ കൈഫ നുസർരിഫുൽ ആയാതി ലഅല്ലഹും യഫ്ഖഹൂൻ. അവരുടെ മുകൾ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കാലിന്റെ അടിയിൽ നിന്നോ ശിക്ഷയിറക്കാനും അവരെ വിവിധ ഗ്രൂപ്പുകളായി തങ്ങളിൽ അടുപ്പിച്ച് ചിലർക്ക് വിദ്രോഹമുണ്ടാക്കാനും കഴിവുള്ളവനാണ് നാം എന്ന് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ.
അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നത് ചെയ്യിച്ചോളൂ എന്നുള്ളതാണ്. നമ്മളാരും ചെയ്യാൻ നിൽക്കണ്ട, അള്ളാഹുവിനെ അനുസരിക്കാതിരുന്നാൽ മതി. ഉടനെ തന്നെ ഇബ്ലീസ് കയറിയിട്ട് ആ പണിയൊക്കെ ചെയ്തോളും. ചരിത്രത്തിൽ ഇന്നോളം ഇങ്ങനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കൊല്ലപ്പെട്ട സംഭവം. ഉമർ കൊല്ലപ്പെട്ടത് ഒരു ജൂതന്റെ കയ്യിൽ നിന്നാണ്. ഉസ്മാൻ കൊല്ലപ്പെട്ടത് സത്യവിശ്വാസികളുടെ കൈ കൊണ്ടാണ്. ഉസ്മാന്റെ കാലത്ത് ഈ സമുദായം ഭിന്നിച്ചതിന് ശേഷം ഒരു നേതൃത്വത്തിന് കീഴിൽ ഇന്ന് വരെ ഒന്നായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. അലി റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുക്കുമ്പോൾ ഉള്ളിലായിരുന്നു കളി എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഖവാരിജികൾ എന്ന് പറഞ്ഞു. ഷിയാത്ത് അലി, ഷിയാത്ത് മുആവിയായി. ഷിയ പിന്നെ ഒരുപാടായി. പിന്നെ അധികാരിവർഗം സുന്നി എന്നറിയപ്പെട്ടു, മറ്റത് ഷിയ എന്നറിയപ്പെട്ടു. രണ്ടും ഷിയ ആയിരുന്നു. ഷിയാത്ത് മുആവിയയും ഷിയാത്ത് അലിയുമായിരുന്നു. രണ്ടിന്റെയും പേര് ഷിയ എന്ന്. ഷിയ എന്ന് പറഞ്ഞ പാർട്ടി എന്നുള്ളേ ഉള്ളൂ. അവസാനം അധികാരത്തിൽ വന്നപ്പോൾ ഷിയാത്ത് മുആവിയ എന്നുള്ളത് മാറി സുന്നത്ത് എന്നാണ്. അഹ്ലു സുന്നത്ത് എന്ന് ഈ പറയുന്ന അഹ്ലു സുന്നത്തല്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ റസൂലിന്റെ സുന്നത്തിന് പറ്റും. മറ്റത് ഷിയായിട്ട് തന്നെ. ഷിയ പിന്നെ ഒരുപാട് വിഭാഗങ്ങളായി. സുന്നികൾ പിന്നെ ഒരുപാട് വിഭാഗങ്ങളായി. ചരിത്രത്തിന്റെ ദശാസന്ധികൾ പലപ്പോഴും പലയിടത്തും ഏറ്റുമുട്ടി ഒരുപാട് രക്തം ചിന്തിയിട്ടുണ്ട്. പിന്നെ കുറെ കാലം മദ്ഹബിന്റെ പ്രശ്നങ്ങളായി. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. നമ്മൾ ഈ കാണുന്ന 4-5 മദ്ഹബൊന്നുമില്ല. ജഅഫറിയും കൂടെ കിട്ടി 5 മദ്ഹബൊന്നുമില്ല. വേറെ ഒരുപാട് മദ്ഹബുകൾ. അതെല്ലാം ശവപ്പറമ്പിൽ അങ്ങനെ മൂടപ്പെട്ടു പോയ മദ്ഹബുകളായി പോയി. ഇന്ന് ഷാഫി ഹനഫിയും കൂടെ ഒന്നും അടികൂടുന്നില്ല. പണ്ട് ഷാഫി, ഹനഫി, ഹംബലിയും കൂടെ അടികൂടലായിരുന്നു. ഇന്നിപ്പോ ABCD ഞാൻ വേറൊന്നും പറയുന്നില്ല, അയച്ചുള്ളതാണെന്ന് ഭയങ്കരമായ അടികൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് ജീവിത ലക്ഷ്യം ക്രമീകരിക്കുകയും അനുസരണത്തോടെ നീക്കുകയും ചെയ്തില്ലെങ്കിൽ ഈ സമുദായത്തെ അള്ളാഹു നിയോഗിച്ചത് സ്വന്തം സത്യത്തിൽ നിലനിന്ന് മറ്റുള്ളവർക്ക് സത്യവും നീതിയും ന്യായവും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഉത്തരവാദിത്തമുള്ളൊരു സമുദായമാണ് ഈ സമുദായത്തിൽ. വളരെ നിർഭാഗ്യകരമായി നമ്മുടെ അടുത്ത കാലത്തായിട്ട് പുതിയ ഇലക്ട്രോണിക് സംവിധാനം ക്ലിപ്പിങ്ങുകളാണ്. റോഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല മൗലവിമാർ പ്രസംഗിക്കുകയാണ് വലിയ ക്ലിപ്പിങ്ങുകൾ വെച്ച്. ആരാ? മറ്റവനും പറഞ്ഞു. എന്നിട്ട് ഇയാളെ വകയായിട്ട് കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള വളരെ ഭീകരമായ ഹീനമായ ചീത്ത വാക്കുകൾ ഉപയോഗിച്ചിട്ട് സത്യവിശ്വാസത്തിന്റെ പേരിൽ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ പേരിലാണ് ഇത് ചെയ്യുന്നത്. പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവരാണ് എന്നുള്ളത് നിങ്ങൾ ഒരുപാട് പേര് കേട്ടിരിക്കും. കഴിഞ്ഞൊരു ഖുതുബയിൽ ഞാൻ വളരെ ശക്തമായി തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഐക്യത്തിന് ഭംഗം വരുന്ന ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. 2-3 ഖുതുബയിലൂടെ പറഞ്ഞു. പരിഹാസ പേര് വിളിക്കാൻ പാടില്ല. ആണും പെണ്ണും മറ്റാണുങ്ങളെയും പെണ്ണിനെയും പരിഹസിക്കാൻ പാടില്ല. ഗീബത്ത്, പരദൂഷണം ചെയ്യാൻ പാടില്ല. അത് ഉള്ളത് പറയുന്നതാണ് ഗീബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ കദ്ബാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉള്ളത് തന്നെ ഒരാളിന് ഇഷ്ടമില്ലാതെ പരസ്യമായി വിളിച്ചു പറയുന്നത് പച്ചയായി നിരോധിച്ചൊരു സംഗതിയാണ്. അത് മരിച്ചു കിടക്കുന്ന നിന്റെ സഹോദരന്റെ ശവം തിന്നുന്നത് പോലെ ഹീനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ടും യാതൊരു നാണവും ഒളുപ്പുമില്ലാതെ സത്യവിശ്വാസത്തിന്റെ പേരിൽ ഇത് ചെയ്തുകൊണ്ട് നടക്കുമ്പോ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുക എന്നാണ് നമ്മൾ ആലോചിച്ചോണം. ഇതിങ്ങനെ വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. എല്ലാ ആളുകളും ഇതിൽ ഭാഗഭാക്കാണെന്നും പറഞ്ഞില്ല. നല്ലൊരു ശതമാനം നേതാക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ വിഭാഗീയതയിൽ ഭാഗഭാക്കാണ്. എങ്കിലും അല്ലാത്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്, നല്ല മനുഷ്യന്മാർ. സമുദായത്തിന്റെ പൊതു നന്മ ഉദ്ദേശിക്കുന്ന, എല്ലാവർക്കും സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത്തരം ആളുകൾ മുൻകൈയെടുത്ത് ഇതിന് വേണ്ടത് ചെയ്തേ പറ്റുള്ളൂ. മുമ്പൊരിക്കൽ ഇവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചില നീക്കങ്ങൾ നടന്നു. ഒരു നീക്കം കൊണ്ടോ 2 നീക്കം കൊണ്ടോ 10 നീക്കം കൊണ്ടോ ഒന്നും ശരിയായിക്കൊള്ളുന്നില്ല. ആ നീക്കങ്ങൾ നല്ലതാണ്. യഥാർത്ഥത്തിൽ അത് ചെയ്യാൻ അർഹതയുള്ള ഒരു വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല മുസ്ലിം സർവീസ് തീർച്ചയായും അതായിരിക്കും. വീടില്ലാത്തവന് വീടുണ്ടാക്കി കൊടുക്കണം, പഠിത്തമില്ലാത്തവന് പഠിപ്പുണ്ടാക്കി കൊടുക്കണമൊക്കെ നല്ല തന്നെയാണ്. പഠിച്ചവൻ തലകുത്തിപ്പോയാൽ അവനെ നന്നാക്കൽ ഇല്ലാത്തവനെ പഠിപ്പിക്കാത്തവനെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നുള്ളതാണ്. ഒരു വീടുള്ളവനും സ്ഥാനമുള്ളവനുമൊക്കെ തലകുത്തി പോകുമ്പോൾ അവനെ നന്നാക്കാൻ നടക്കുന്നത് വീടില്ലാത്തവനെ തിരക്കി വീടുണ്ടാക്കി കൊടുക്കുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മുസ്ലിം സർവീസ് യഥാർത്ഥത്തിൽ ഈ സമുദായത്തിൽ യോജിപ്പും രഞ്ജിപ്പുണ്ടാകുന്നത് അല്ലാഹു നമ്മളോട് നേരിട്ട് നിർദ്ദേശിച്ചൊരു സംഗതിയാണ്. ഇതിൽ നമുക്ക് ആർക്കും ഒഴിവില്ല എന്നുള്ളതാണ്. ആരെയും അല്ലാഹു തആല ഒഴിവാക്കിയിട്ടില്ല. സത്യവിശ്വാസിയാണെന്ന് സ്വയം പറയുന്ന എല്ലാവർക്കും ഇതിൽ ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. വളരെ ഗൗരവമാണ് വിഷയം. ഒന്നടങ്കം സമൂഹം നശിച്ചു പോകുന്ന സംഗതിയാണ്. കുറെ ആളുകൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ പള്ളി മൂലയിൽ ദിക്റും തസ്ബീഹുമായിട്ട് നിന്ന് അല്ല മറ്റു പ്രവർത്തനങ്ങൾ നടന്നാൽ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും. ബനി ഇസ്രായേൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പണ്ഡിതന്മാരും നേതാക്കന്മാരും ശ്രദ്ധിക്കാതെ അനുയായികൾ പലതും ചെയ്തപ്പോൾ എല്ലാവരെയും കൂടെ ഒന്നിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിച്ച് ശിക്ഷിച്ച ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ പറയുന്നത്. അപ്പൊ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മുടെ വിജയത്തിന്റെ പ്രശ്നമാണ്, നമ്മളെ ഉത്തരവാദിത്വ നിർവഹണത്തിന്റെ പ്രശ്നമാണ്, സ്വർഗം ലഭിക്കുന്നതിന്റെ പ്രശ്നമാണ്, നരക വിമോചനത്തിന്റെ പ്രശ്നമാണ്.
ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാതെ പോയാൽ നമ്മൾ നഷ്ടകാരികളെ പെട്ടുപോകും. ഈ ശബ്ദം കേൾക്കുന്ന ആരും ഇനി പറയില്ല ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയില്ല. കൂടെ പറയാം അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ആഴ്ചയോടാഴ്ച ഇങ്ങനെ ഐക്യത്തിന്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയും. ഇത്രയേ ഉള്ളൂ, അത് തൽക്കാലം. പക്ഷേ അതെങ്ങനെ പറഞ്ഞു പോയാൽ പിന്നെ നാശം വരുമ്പോ എല്ലാവരും ഒന്നിച്ചത് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. പരസ്യമായി എല്ലാവരെയും ഒരേ നേതൃത്വത്തിന് കീഴിൽ കൊണ്ടുവരാൻ പറ്റില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഒരു നേതൃത്വത്തിൽ ഇസ്ലാം ദീനിലെ ആളുകളൊന്നും വന്നിട്ടില്ല, ആഗോള മുസ്ലിം സമൂഹം വന്നിട്ടില്ല, വരെയില്ല, അടുത്ത കാലത്തൊന്നും വരില്ല. നിരാശപ്പെടാൻ വേണ്ടി പറഞ്ഞില്ല, അതിനുള്ള മഹദിയോ ഹസറത്ത് ഈസയൊക്കെ വരേണ്ടി വരും. എന്തായാലും അവരാരും ഇപ്പം നമ്മളുടെ ഇടയില്ല. പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു ഏകത ഉണ്ടാക്കാൻ പറ്റും. പരസ്പരം ഇങ്ങനെ മോശമായി ഇങ്ങനെ പരദൂഷണം നടത്തുന്നത്, ഇലക്ട്രോണിക് മീഡിയ വെച്ചുകൊണ്ട് പരദൂഷണം നടത്തുന്നത്, പത്രങ്ങളിലൂടെ പ്രസ്താവിക്കുന്നത്, ഇതൊക്കെ വന്ന് കൂടിയിരുന്ന് ആലോചിച്ച് നിർത്താം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണ്ട എന്നുള്ളത്. ഓരോരുത്തരും സ്വീകരിച്ച ഫിഖ്ഹി നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ സമുദായത്തിന് ഒരു ഏകതയുടെ രൂപം കണ്ടെത്താനാവും. അത് വളരെ അനിവാര്യമാണ്. ചരിത്രത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്, ഇനിയും അത് ആവശ്യമാണ്. ഇത് കണ്ട് ചിരിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. ഈ സന്ദർഭം നമുക്ക് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ കുതിര കയറാനും ആളുകളുണ്ടാവും. അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീര്യം നശിച്ചും തദ്ഹബരിഹും, നിങ്ങളെ വീര്യം പോയി. ഒരുപാട് കാലത്ത് നമുക്ക് അധികാരം ഉണ്ടായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു. സയൻസും ടെക്നോളജിയും വേൾഡ് ബാങ്കും ഒക്കെ ഇന്നത്തെ അതുപോലെയുള്ളതൊക്കെ മോണിറ്ററി ഫണ്ടും ഒക്കെ ഈ സമുദായത്തിന്റെ കൈവശം ഉണ്ടായിരുന്നു. 600-700 കൊല്ലം ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്, ലോകത്തിന് തന്നെ വലിയ സംസ്കാരം സംഭാവന ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ തങ്ങളിൽ അടിച്ചതിന്റെ പേരിൽ തദ്ഹബരിഹുമെന്നല്ല പറഞ്ഞ് ഈ കാര്യം വീര്യം പോയിന്, കാറ്റ് പോയിന്. ആ കാറ്റ് പോയതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ദാരിദ്ര്യം, പിന്നാക്കാവസ്ഥ, അടിമത്വം, അതുപോലെ പലതും വന്നു. ഇപ്പൊ നമ്മൾ വിളിച്ചു കൂയിക്കൊണ്ട് നടക്കണമെന്ന് പട്ടികജാതിക്കാരെക്കാൾ പിന്നോക്കാണെന്ന്. ആ പട്ടികജാതിക്കാരെക്കാൾ പിന്നോക്കമാകുന്നതിന് എന്താണ് കാരണമെന്ന് അന്വേഷിച്ച് അത് ശരിയാക്കലാണ്. അള്ളാഹുലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു യാതൊരു നിവൃത്തിയില്ല എന്നുള്ളതാണ്. അള്ളയിലേക്ക് മടങ്ങുമ്പോൾ അവൻ വഴി കാണിച്ചു തരും, അല്ലാതെ മറ്റു ഭൗതിക സന്നാഹങ്ങളൊന്നും നമ്മളെ സഹായിക്കൂല. അള്ളയിലേക്ക് മടങ്ങിയ ശേഷം അവൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ പോയി സമ്പാദിക്കുന്ന ഭൗതിക സന്നാഹങ്ങൾ പ്രയോജനകരമാവും. അല്ലാത്ത എല്ലാ ഭൗതിക സന്നാഹങ്ങളും അതിന്റെ വഴിയിൽ വിജയത്തിലെത്താതെ അവസാനിച്ചു പോകുന്നതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ വളരെ നമസ്കാരത്തെ പോലെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് സമുദായത്തിന്റെ ഐക്യം. കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. അതിന് ഭംഗം വരുന്നത് ചെയ്യാതിരിക്കലാണ്, ചെയ്യുന്ന ആളുകളെ തടയലാണ് ഏറ്റവും നല്ല സർവീസുകളിൽപ്പെട്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അങ്ങനെ ഒരു സേവനം ചെയ്യാൻ കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحباء ഔസിക്കും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യാണ്. ഈ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതിന്റെ ഭാഗം തന്നെയാണ് ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. തഖ്വയുടെ ഭാഗമാണ്. ഈ വിഷയം ഗൗരവമായി തന്നെ ചിന്തിക്കണം, ഓരോരുത്തരും ചിന്തിക്കണം. ഓരോരുത്തർക്കും അല്ലാഹു തആലയുടെ അടുത്തൊരു സ്ഥാനമുണ്ട്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എന്നിട്ട് കഴിവിന്റെ പരമാവധി ആളുകളോട് ബന്ധപ്പെട്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കണം. മോശമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് അവർ മാറുന്നില്ലെങ്കിൽ അവിടെ പോയി സഹകരിച്ച് ആളെ കൂട്ടി കൊടുക്കരുത്. ഒരു തരത്തിലും അവർ വഴങ്ങുന്നില്ലെങ്കിൽ അവരെ കാര്യം അള്ളാഹ്ക്കൊട്ടേക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിക്കൊള്ളും. ഹൃദയരഞ്ജിപ്പ് അല്ലാഹു തആല തന്നെയാണ് ചെയ്യുന്നത് എന്ന് ആദ്യം സൂചിപ്പിച്ചു. ഒരു കാര്യം കൂടി പറയാം. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾ അല്ലാഹു തആല കൂട്ടിയിണക്കി. ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅ മാ അല്ലഫത ബൈന ഖുലൂബിഹിം, ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങളെ കൂട്ടിയിണക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല പ്രവാചകരെ. അപ്പോ മനസ്സിന്റെ രഞ്ജിപ്പ് അല്ലാഹു തന്നെ ചെയ്തു.
അള്ളാഹു ചെയ്യണമെങ്കിൽ യഹ്ദി ഇലൈഹി മൻ അനാബ്, കണ്ടീഷൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുലേക്ക് ആത്മാർത്ഥമായി മടങ്ങിക്കൊണ്ടിരിക്കുന്നവനെ സന്മാർഗത്തിലേക്ക് മാർഗദർശനം ചെയ്യും. അവിടെ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. സന്മാർഗം വേണോ ദുർമാർഗം വേണോ എന്നുള്ളത് തീരുമാനിക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്. യഹ്ദി ഇലൈഹി മൻ അനാബ്, ആരാണ് അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങുന്നത് അവന് മാത്രമേ സന്മാർഗ ദർശനം ഉണ്ടാവുള്ളൂ. വമാ യുളിൽ ബിഹി ഇല്ലൽ ഫാസിഖീൻ, വഴി തെറ്റിച്ചള്ള വിടുന്നത് ധിക്കാരികളെ മാത്രമായിരിക്കും. അപ്പൊ ധിക്കാരം മനസ്സിലുണ്ടെങ്കിൽ സന്മാർഗത്തിൽ നിന്ന് അകന്നകന്നു വിളിച്ചാൽ വരൂല. ധിക്കാരം എന്ന് പറയുന്നത് താൻ പോരിമ ഒരു ധിക്കാരാണ്. അത് ഞാൻ വലിയ ആളാണ്, കൂടുതൽ അംഗങ്ങളുള്ള സംഘടനയുടെ പ്രസിഡന്റാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അഹങ്കാരത്തിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായ ഒരു വിഭാഗം ആളുകൾ ആദ്യകാലത്ത് റസൂലിന്റെ പാഠശാലയിൽ ഉണ്ടായപ്പോഴാണ് ഈ ദീനിന് ഔന്നിത്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. സത്യവിശ്വാസത്തിന് ഔന്നിത്യം വേണമെങ്കിൽ ആദ്യകാല സഹാബാക്കളെ പോലെ അധ്വാനിക്കാൻ തയ്യാറാവണം. ഈമാൻ ശരിക്കും ഉറയ്ക്കണം. നമ്മൾ കാണുന്ന ഈ തടി, നമുക്കുള്ള പണം, നമുക്കുള്ള സ്ഥാനം, നമുക്കുള്ള മാനം, നമുക്കുള്ള മറ്റു സംഗതികൾ, സ്വാധീനം, ഇതിനേക്കാളൊക്കെ വിലയുള്ളൊരു സംഗതിയാണ് അള്ളാഹു എന്നത്. ആ അള്ളാഹുവിന്റെ ആദർശമാണ് നമ്മൾ പ്രതിദാനം ചെയ്യുന്നത്. പ്രതിദാനം ചെയ്യാൻ വേണ്ടി ഒരു റൂഹും ഒരു ജീവനും ഒരു തടിയും ഒരു മനസ്സും തന്നെന്നുള്ളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ മനസ്സ് വഹിക്കുന്ന ഈമാൻ അള്ളാഹുവിനെ സംബന്ധിച്ചാണ്. അപ്പൊ മനസ്സിനേക്കാൾ ഈമാന് വിലയുണ്ട്. ആ മനസ്സിനെ കൊണ്ട് നടക്കുന്ന തടിയേക്കാൾ ഈമാന് വിലയുണ്ട്. അതിനെ ചലിപ്പിക്കുന്ന ജീവനേക്കാൾ ഈമാന് വിലയുണ്ട്. അതിനെ പ്രകാശിപ്പിക്കുന്ന ആത്മാവിനേക്കാൾ അള്ളാഹുവിന്റെ ഈമാന് വിലയുണ്ട്. അപ്പോ സത്യവിശ്വാസത്തിനാണ് ഒന്നാമത്തെ വാല്യൂ. അത് തിരിച്ചറിയുമ്പോഴാണ് വിശ്വാസത്തിന് വേണ്ടി തടി നശിപ്പിക്കാൻ, വിശ്വാസത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ, വിശ്വാസത്തിന് വേണ്ടി ധനം നൽകാൻ മനുഷ്യന് സാധിക്കുക. അതാണ് ഇബ്രാഹിം. ആ പേരാണ് ഇബ്രാഹിം. ഉമ്മത്തായിരുന്നു ഇബ്രാഹിം. അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. അതാണ് വർഷത്തിൽ നമ്മളിങ്ങനെ അനുസ്മരണം നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങോട്ട് പോയില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം രക്ഷയില്ല എന്ന് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. സത്യവിശ്വാസം സ്വീകരിക്കാതിരിക്കാം, നരകത്തിൽ പോകാൻ വിചാരിച്ചാൽ മതി. പക്ഷെ സ്വീകരിച്ചതിന് ശേഷം പിന്നെ അതിനകത്ത് കളി നടത്താൻ പറ്റില്ല. അത് ഓരോരുത്തർ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ്. സത്യവിശ്വാസം സ്വീകരിച്ച പിന്നെ കാബഡിയാണെങ്കിൽ ദർക്കൽ അസ്ഫല, നരകത്തിന്റെ അടിത്തട്ടിലായി പോകുന്നു. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ യഥാർത്ഥത്തിൽ സമകാലിക സമൂഹത്തിൽ നമ്മളിവിടെ താമസിക്കുന്ന മനുഷ്യന്മാരാണ്. പിന്നെ ഈ ആളുകളൊക്കെ ഒന്നിച്ചുകൂടി ഐക്യമൊന്നും ഉണ്ടായില്ലെങ്കിൽ അള്ളാഹ്ക്കോ ദീനുൽ ഇസ്ലാമിനോ എന്തെങ്കിലും കുഴപ്പം വരും എന്ന് ആരും വിചാരിക്കണ്ട കേട്ടോ. ദീനുൽ ഇസ്ലാമിന് ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതാപത്തിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. ഈ ദീനിനെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിലനിർത്താൻ ഏത് അടിമകളാണ് പറ്റിയതെന്ന് അറിയുന്ന അല്ലാഹു അവരെ നിയമിച്ചുകൊണ്ട് യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹി ബിഅഫ്വാഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ മുശ്രികൂൻ. മൂന്നാല് സ്ഥലത്ത് വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുശ്രികൂൻ എന്ന് പറഞ്ഞു. ആര് വെറുത്താലും, ബഹുദൈവ വിശ്വാസികളോ നിഷേധികളോ ആര് വെറുത്താലും ഈ ദീൻ പൂർത്തിയാക്കുന്ന പണി നാം ഏറ്റെടുത്തതാണ്, നാം ചെയ്തോളും. അപ്പോ നമ്മളില്ലെങ്കിലും ദീൻ ഇവിടെ പൂർത്തിയാവും. ദീനുൽ ഇസ്ലാം ഉയർന്നുയർന്നു വരും, അത് പൂർത്തിയാകും, ലോകം അവസാനിക്കും, പരലോകം ഉണ്ടാകും. അപ്പം നഷ്ടപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച മുസ്ലിങ്ങൾ എന്ന് പറയുന്ന നമ്മളാണ്. അപ്പൊ സ്വന്തം നഷ്ടം എന്തിനാണ് അറിഞ്ഞുകൊണ്ട് തീയിലേക്ക് ചാടുന്നത്? അതിൽ നിന്നൊന്നും മാറി നിന്നൂടെ എന്ന് മാത്രമേ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ ഈ ദീൻ പറഞ്ഞതനുസരിച്ച്, ഖുർആൻ പറഞ്ഞനുസരിച്ച് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സാഹോദര്യത്തോടെ സമാധാനത്തോടെ കാര്യങ്ങൾ ചർച്ച ചെയ്തൂടെ? നിങ്ങൾ ഈ പറയുന്ന മറ്റു പല സംഗതികളും അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. അല്പം ആലോചിച്ചാൽ ആരാണ് എപ്പോഴാണ് കുഴഞ്ഞു വീണ് മരിച്ചു പോകുക എന്ന് ആർക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി ഇല്ലാതെ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് നടക്കുന്ന നമ്മള് അള്ളാഹുവിനെ അനുസരിക്കാതെ പോയാൽ സംഗതി പെശകാവും. ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട് ഐക്യം കാത്തു സൂക്ഷിക്കാൻ. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുക. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയും ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാ വൻ പാപങ്ങളും ചെറുപാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ.
ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഭാര്യ സന്താനങ്ങൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും വേണ്ടപ്പെട്ടവർക്കും മുഴുവൻ നാട്ടുകാർക്കും സത്യവിശ്വാസികൾക്കും മുഴുവനും നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലേക്ക് എത്തിച്ചേർന്ന ആളുകളുടെ കബറിടങ്ങളുടെ പ്രകാശപൂരിതങ്ങളായ കബറിടങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ഷയിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാത്ത് നിന്റെ സ്വർഗ്ഗസോപാനത്തിൽ ലിഖാ കൊണ്ട് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഫിർദൗസിൽ നിന്റെ ലിഖാ കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ നാഥ, ഞങ്ങളുടെ ശാരീരികവും മാനസികമായ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റിത്തരണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, സന്താനങ്ങളിലും സമ്പത്തുകളിലും ഖൈർ വർദ്ധിപ്പിച്ചു തരണേ തമ്പുരാനെ. നല്ല ചിന്തയും നല്ല പ്രവർത്തനവും തരണേ തമ്പുരാനെ. നല്ല വികാരങ്ങൾ തരണേ തമ്പുരാനെ. നല്ല ആശയവും നല്ല ഭാഷയും നല്ല പ്രവൃത്തിയും തരണേ തമ്പുരാനെ. നിന്റെ ഖുർആൻ യഥാവിധം മനസ്സിലാക്കാനും ആത്മാർത്ഥതയോടെ ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ആഴത്തിൽ ഈ കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാനുള്ള ബുദ്ധിയും കൂർമ്മതയും ശക്തിയും ഞങ്ങൾക്ക് അനുഗ്രഹമേകി നൽകണേ തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ശാന്തമായൊരു ജീവിതം, ശാന്തമായൊരു മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് ലഘൂകരിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഖബറിടങ്ങളെ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മഹ്ശറയെ ആനന്ദകരമാക്കണേ തമ്പുരാനെ. നിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങളെല്ലാം ശരിയാക്കി കൊടുക്കണേ തമ്പുരാനെ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ തമ്പുരാനെ. അഭിമാനം നീ സംരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, രോഗികളുടെ വേണ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണേ തമ്പുരാനെ. എല്ലാത്തരം രോഗങ്ങളും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സമാധാനവും ആശ്വാസമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم اعز الاسلام والمسلمين. اللهم انصر اعمال المجاهدين في كل اماكن الارض يا ارحم الراحمين. ربنا تقبل منا دعاءنا وتب علينا انك انت التواب الرحيم. واخر دعوانا الحمد لله رب العالمين.